ISL ഏകദേശം പകുതിയായി കഴിഞ്ഞു. എന്നാൽ സൂപ്പർ കപ്പ് എന്നാണ് തുടങ്ങുന്നത്? ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ മാർക്കസ് ബെർഗുലാഹോ അടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. സൂപ്പർ കപ്പിനെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം. ഈ സീസണിന്റെ അവസാനം സൂപ്പർ കപ്പ് നടത്താനാണ് AIFF പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോക്കൌട്ട് ടൂർണമെന്റായിരിക്കും ഇത്തവണ സൂപ്പർ കപ്പ് നടക്കുക. വിജയിക്കുന്ന ടീമിന് കോണ്ടിനെന്റൽ കോമ്പറ്റീഷന് ഒരു സ്പോട്ട് ലഭിക്കും. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള 7 മാസക്കാലത്തിനിടയ്ക്ക് ടൂർണമെന്റ് നടത്താനാണ് AIFF പ്ലാൻ ചെയ്തിരുന്നത്. അതായത് ISLനിടയ്ക്ക്. ഇത് സംബന്ധിച്ച് AIFFന്റെ സെക്രട്ടറി ജനറൽ അനിൽകുമാർ പറഞ്ഞത്, ഈ ആഴ്ച അവസാനം ഒരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാകും. എന്നാൽ ക്ലബ്ബുകൾക്ക് ആവശ്യം ഇതൊരു നോക്കൌട്ട് ടൂർണമെന്റായി നടത്താനാണ് എന്നാണ്. കോണ്ടിനെന്റൽ ടൂർണമെന്റുകൾക്ക് യോഗ്യത നേടുന്നതിന് കുറഞ്ഞത് 27 മത്സരങ്ങൾ എന്ന AFC റെഗുലേഷൻ പാലിക്കുന്നതിന് സൂപ്പർ കപ്പ് നോക്കൌട്ട് ടൂർണമെന്റായി കളിച്ചാൽ മതി എന്നതിനാലാണ് അങ്ങനെ നടത്തുന്നത്. ISLലെ 24-ഉം ഡ്യൂറന്റ് കപ്പിലെ 3 മത്സരങ്ങളാകുമ്പോൾ തന്നെ 27 മത്സരങ്ങളായിട്ടുണ്ട്. എന്നാൽ ISL കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന സൂപ്പർ കപ്പിനെ ക്ലബ്ബുകൾ സീരിയസ് ആയി എടുക്കാറില്ല. ലീഗ് കഴിഞ്ഞതിന് ശേഷം ക്ലബ്ബുകളൊക്കെ അവരുടെ വിദേശ താരങ്ങളെ നാട്ടിലേക്ക് പോകാൻ അനുവദിക്കുകയും ചെയ്യും. ജനുവരിയിൽ അവസാനം നടന്ന സൂപ്പർ കപ്പിൽ ഈസ്റ്റ് ബംഗാൾ ആയിരുന്നു ജേതാക്കളായിരുന്നത്.